ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറേ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നു. അറ്റ് എ ടൈം എനിക്ക് നല്ല രീതിയിൽ പേടിയുണ്ട്. കാരണം ഇത് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ള കാര്യം എന്തായാലും ആയിക്കോട്ടെ, നമുക്ക് പറയാനുള്ള പറയാലോ. അപ്പൊ ഞാൻ സന്ദീപിന്റെ ചാനലിൽ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയിൽ തീർന്നു. ആ ഒരു വീഡിയോയിൽ നമ്മുടെ ബിഷപ്പിന്റെ ഒരു വോയിസ് ഉണ്ടായിരുന്നു റിലേറ്റഡ് ടു ഈ പറയുന്ന രേണുവിന് കൊടുത്ത വസ്തു. നമുക്ക് എന്തായാലും ആ ഒരു വോയിസ് ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാം, അതിനുശേഷം വീഡിയോയിലോട്ട് തിരിച്ചു വരാം. സർ ഗുഡ് മോർണിംഗ്. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പം നമുക്കൊരു രഹസ്യ വിവരം കിട്ടിയേക്കുന്നത്, ഈ അവർക്ക് ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാത്ത കാരണത്താലാണ് അവര് നമ്മുടെ ഈ പെർമിറ്റ് തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വിവരം നമുക്ക് രഹസ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആക്കി കൊടുത്തല്ലോ, കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ഓക്കെ ആക്കി കൊടുത്തു. പക്ഷെ ഇവരിത് സൈൻ ചെയ്യാൻ മടിക്കുന്നതിന്റെ കാരണം അവിടെ ഒരു മാഫിയ ഉണ്ട് അതിനകത്ത്, ആ ഇവരുടെ ഡിപ്പാർട്ട്മെന്റില്. അപ്പം എന്ത് കാര്യത്തിന് പോണേലും പാരിതോഷികങ്ങൾ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ള വിവരമാണ് തന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? അപ്പം സാർ എനിക്ക് അതിനൊരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ അറിയിക്കണം. കാരണം അന്ന് അവിടെ നോക്കാൻ വന്നതിനും ഒക്കെ ഞാൻ കൈമടക്ക് കൊടുത്തായിരുന്നു, ആൾക്കാരെ മീഡിയേറ്റർ ആയിട്ട് നിർത്തി കൊടുത്തു. അപ്പൊ ഇനി ഇതിന് എന്താ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ, എത്ര എങ്ങനെ നമ്മളിപ്പോ അതിന്റെ പുറകെ പോകാനും ഒക്കത്തില്ലല്ലോ. നമ്മള് സാറൊന്ന് ആലോചിച്ചിട്ട് തന്നെ ആ വിവരം സമയം പോലെ ഒന്ന് അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്ത ഉപകാരമായിരുന്നു. അതിന് വേണ്ട മേൽനടപടികൾ സ്വീകരിക്കണോ എന്നുള്ളതും കൂടാണ് എനിക്ക് സാറിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടല്ലോ. നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ കൈക്കൂലി നമുക്കിവിടെ നിരോധിച്ചിരിക്കുന്നു. കാരണം ഇപ്പോഴും കൈക്കൂലി കൊടുത്ത്, അതായത് പണമുള്ളവൻ പണം കൊടുത്ത് പല കാര്യങ്ങളും നേടുന്നു, പാവപ്പെട്ടവൻ ഇന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് അവന്റെ പല കാര്യങ്ങളും പെൻഡിങ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഇപ്പോൾ അതിനെതിരെ നമ്മുടെ കുറെ സർക്കാരിന്റെ കുറെ അധികം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് കൊടുക്കുന്നത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്കെതിരെയുള്ള ആക്ഷൻ കാര്യങ്ങൾ അതൊക്കെ. അപ്പൊ ഈ ഒരു വോയിസിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി എത്ര കൊടുക്കണം, എത്ര കൊടുത്താൽ അവിടെ എന്റെ കാര്യം ശരിയാകും എന്നുള്ളത് നമ്മുടെ ബിഷപ്പിന്റെ ഒരു വോയിസ് ആണ് കേട്ടത്. റിലേറ്റഡ് സംഭവം ഒന്ന് മനസ്സിലായില്ലേ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വേറൊന്നല്ല, ഈ രേണുവിന് കൊടുത്തിരിക്കുന്ന ആ ഒരു വസ്തുവിൽ വച്ച വീട്, ഈ ഒരു വീടിന് ഇപ്പോഴും വീട്ടു നമ്പർ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് വീട്ടു നമ്പർ കിട്ടിയിട്ടില്ല? അതായത് ഒരു വസ്തു നമ്മുടെ കേരളം ഒട്ടാകെ അറിഞ്ഞ ഒരു വസ്തു, ആ ഒരു വസ്തുവിൽ ഒരു വീട് വെക്കുന്നു. പക്ഷെ നിയമപരമായിട്ട് ഒരു വീട് അല്ലെങ്കിൽ ഒരു വീട്ടു നമ്പർ അതിന് കിട്ടുന്നില്ല. ഇപ്പോഴും ആ ഒരു വീടിന് വീട്ടു നമ്പർ ഇല്ല. എന്തുകൊണ്ട് വീട്ടു നമ്പർ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെന്റേഷനിൽ വരുന്ന ചെറിയ ചെറിയ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ആണ്. വേറൊന്നുമല്ല, ഈ ബിഷപ്പിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഒരു 2 months, നിങ്ങൾക്ക് അറിയാം, ഒരു 1 year അബോ ഞാനും സജിന ചേച്ചിയും നമ്മൾ ഒരു സൈഡും ഈ ബിഷപ്പും ബാക്കി ബ്ലോഗേഴ്സ് ഒക്കെ ഒരു സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്തിരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിന്റെ ഡീറ്റെയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വസ്തു എങ്ങനെയാണ് ബിഷപ്പിന്റെ കയ്യിൽ വന്നത്, ഇതിന് ശരിക്കുമുള്ള അവകാശി ആരൊക്കെയാണ്, ഇപ്പോൾ നിലവിൽ ആ ഒരു വസ്തുവിന് വേണ്ടിയിട്ടുള്ള കേസ് കാര്യങ്ങളൊക്കെ എന്താണ്, ഏത് സ്റ്റേജ് ആണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചു. അന്ന് പക്ഷെ നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വന്ന് പബ്ലിക്കിൽ ഇട്ടില്ല എങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ തട്ടി വെച്ചിട്ടുണ്ട്. കാരണം അന്ന് നമ്മൾ വാ തുറന്ന് എന്ത് പറഞ്ഞാലും കേസാണല്ലോ, കേസ് കൊടുക്കുകയും ചെയ്തു സജിനേച്ചിന്റെ പേര്. ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഓൾറെഡി അറിയാനായിട്ട് സാധിച്ചു. പക്ഷെ ഇന്ന് അത് പുറത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു വോയിസ് വന്നത് സന്ദീപിന്റെ യൂട്യൂബ് ചാനലാണ്. കൂടാതെ അവൻ സ്റ്റോറി പറയുന്ന പോലെ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ബിഷപ്പ് എന്തുകൊണ്ട് ഈ പറയുന്ന 15 വർഷത്തേക്ക് ആ ഒരു വസ്തുവിന്മേലുള്ള അധികാരം ബിഷപ്പ് തന്നെ എന്നുള്ള രീതിയിൽ ഇവര് ആ ഒരു പേപ്പറിൽ എഴുതി എന്നാണ്. അതായത് ആ ഒരു വസ്തുവിന്റെ പേപ്പർ ഉണ്ടല്ലോ, അത് പേരും കിട്ടില്ല, ശരി. ഓക്കെ, അതായത് എല്ലാവരും പറയാനുണ്ട് 15 വർഷത്തേക്ക് അതിനുള്ള അവകാശം, അതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ബിഷപ്പിന്റെ പേരിലാണ്. വേറൊന്നുമല്ല, കാരണം വേറൊരാൾക്കും അതിൽ ലീഗലി ഇപ്പോഴും ആ ഒരു വസ്തു ബിഷപ്പിന്റെ പേരിൽ ആയിട്ടില്ല. ഇത് ഓൾറെഡി ഒരു അമ്മച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന വസ്തുവാണ്. അത് പല രീതിയിൽ നമുക്കറിയില്ല, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എങ്കിലും അത് പല രീതിയിൽ അല്ലെങ്കിൽ പറഞ്ഞ് ആ ഒരു വസ്തു ബിഷപ്പ് തട്ടിയെടുത്തു എന്നുള്ള രീതിയിൽ കുറെ അധികം സംസാരങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഇടയിൽ തീർന്നു. സത്യം അറിയില്ല കേട്ടോ ഇതിനെപ്പറ്റി. ഓക്കെ, അത് മാത്രമല്ല, ആ ഒരു വസ്തുവിന്റെ ശരിക്കും, കാരണം ഈ ഒരു ബിഷപ്പിന്റെ കയ്യിൽ ഇത്ര ഏക്കറോളം വസ്തുക്കൾ ബിഷപ്പിന്റെ കയ്യിൽ കിട്ടിയെങ്കിലും ഇതിന് ശരിക്കും അവകാശികൾ എന്ത് ചെയ്തു, ഈ ഒരു വസ്തു തിരിച്ചു വേണം, അല്ലെങ്കിൽ ഇത് നോർമലി ഈ പാരമ്പര്യമായിട്ട് വരുന്ന അവകാശികളുണ്ടല്ലോ, അപ്പോൾ അവരുടെ ആ മക്കൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് കൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തു. അപ്പൊ അതിന്റെ അവകാശം വേണം. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ന്യായമായിട്ടുള്ള കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുന്ന ഒരു സാധനമായിട്ടാണ് ആ ഒരു വസ്തുവും ഭൂമി ശരിക്കും ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് അന്നേ അറിയാൻ പറ്റിയിരുന്നു. ശരിക്കും ഒരു ലീഗൽ ഡോക്യുമെന്റ് ഇല്ല. ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വസ്തുവിന് വീട്ടു നമ്പർ കിട്ടുമായിരുന്നു. നമുക്ക് ഈ ഒരു ഒറ്റ വോയിസിൽ നിന്ന് കേൾക്കാനായിട്ട് സാധിക്കും.
പല കാര്യങ്ങളും അത് ബിഷപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ആധാരം എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ കൈക്കൂലി കൊടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ഒറ്റ വോയിസിൽ വളരെ വ്യക്തമാണ്. സന്ദീപ് അവന്റെ ചാനലിൽ പറയുന്നുണ്ട്, ഇതിന്റെ എല്ലാ എവിഡൻസും അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ കോടതി പേപ്പർ, ഈ ഒരു വസ്തുവിന്റെ മേലിൽ കിടക്കുന്ന കോടതി പേപ്പർ, ആ ഒരു പേപ്പർ വരെ അവർക്ക് കോപ്പി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വസ്തുവിന് ശരിക്കും അവകാശികൾ അവർ പറഞ്ഞ റെക്കോർഡുണ്ട്, എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ബിഷപ്പ് ഒന്ന് വാദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ എല്ലായിടത്തും പുറത്തിടും, തെളിവ് സഹിതം കൊണ്ടുവരാം എന്നാണ് സന്ദീപ് പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആരെയും വലിച്ചേറി ഇടുന്നല്ല, കാരണം ഇപ്പൊ എനിക്ക് വാദമൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ അവരെ അറ്റാക്ക് ചെയ്യുന്നു, മറ്റതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞിട്ടാണ് കുറെ പേര് വന്ന് കമന്റ് ഇടുന്നത്. പിന്നെ കുറെ പേര് വന്ന് എന്നെ ശപിക്കുന്നുണ്ട്. നമുക്ക് അതിനെപ്പറ്റി നമുക്ക് വീഡിയോ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം എന്തായാലും എനിക്ക് ബിഷപ്പിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സഹതാപം തോന്നുന്നു. വേറൊന്നുമല്ല, ഈ ചുമ്മാ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി പോയതെങ്കിൽ ഇതൊന്നും വരില്ല. ഇതിപ്പോ ചുമ്മാ വെറുതെ ഈ എല്ലാ കാര്യങ്ങളും ഇനി ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം വന്നു. അത് ഇത്രയും ദിവസം രേണു എങ്ങനെയാണോ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്, സെയിം സാധനം ഇനി ഫേസ് ചെയ്യേണ്ടി വരിക ഈ പറയുന്ന ബിഷപ്പാണ്. വളരെയധികം ബ്ലോഗേഴ്സിന്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടു ബിഷപ്പിനെതിരെയുള്ളത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഓരോരോ സത്യങ്ങളായിട്ട് പുറത്തു വരുമ്പോൾ എനിക്ക് അന്ന് നമ്മൾ പറഞ്ഞത് അംഗീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, പക്ഷെ ഇന്ന് ഇവരൊക്കെ പറയുമ്പോൾ അത് അംഗീകരിക്കുന്നു എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് എടുത്തു പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എന്തായാലും സജിനി ചേച്ചി എന്തായാലും ഇപ്പൊ ഇനി ഈ ഒരു കാര്യങ്ങൾ വന്ന് പറയുക ഡിസ്കസ് ചെയ്യുക ഒന്നും ചെയ്യില്ല. കാരണം അറിയില്ല, ഇപ്പൊ സജിനി ചേച്ചി വേറെ വേണം, ഞാൻ വേറെ വേണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ആകുമ്പോൾ 100% എനിക്ക് ഉറപ്പാണ് കോൾസ് വരും എന്നുള്ളത്. അപ്പൊ ഞാൻ വേറെ ആരെയും നോക്കുന്നില്ല. ഓൾറെഡി എനിക്ക് അറിയുന്നുണ്ടായിരുന്ന ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം. ലീഗലി ഇപ്പോഴും ആ ഒരു വസ്തുവിന് രേണുവിന് വീട്ടിൽ നമ്പർ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സംഭവം ഇതാണ്. ബിഷപ്പിന്റെ കൂടെ എനിക്ക് ഇപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ തമ്മിൽ നോർമൽ സംസാരിച്ചിട്ടുണ്ടപ്പോൾ പല രീതിയിൽ ഞാൻ പറഞ്ഞ് വ്യക്തമായി തന്നിട്ടുണ്ട്. ഞാൻ പല കാര്യങ്ങളും, അതല്ലാതെ ബിഷപ്പിന് തന്നെ ഇപ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും പല കാര്യങ്ങളും. അപ്പോ ഇവര് ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവര് ഈ എല്ലാം എടുത്ത് പബ്ലിക്കിൽ, കാരണം പബ്ലിക്കിൽ വന്ന അത്രത്തോളം പറയുന്നത് കൊണ്ടാണ് ഇവരത് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഞാൻ പോലും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ പറയുന്ന പബ്ലിക്കിൽ ഇങ്ങനത്തെ കണ്ടന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോപ്പിക്ക് വരുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇനി എപ്പോഴെങ്കിലും ലീഗലി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വസ്തുവിന് അവകാശി വേറെ ആരെങ്കിലും ആയിട്ട് വരുമോ ബിഷപ്പ്? എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾ ദാനം ചെയ്ത് കൊടുത്ത അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു എന്ന് പറഞ്ഞ ഏക്കർ കണക്കിന് വസ്തുവിൽ ദാനം ചെയ്ത് കൊടുത്ത ഒരു 7 സെന്റ് ഭൂമിയാണ് രേണുവിൻ്റെത്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പല ആളുകളും ഈ പറയുന്ന വസ്തു വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ആരും വാങ്ങിച്ചിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഈ ഡോക്യുമെന്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇത് കറക്റ്റ് ഈ പറയുന്ന ഇതിൽ വേറെ അവകാശികൾ ഉണ്ട്, നിയമപരമായിട്ട് അവകാശികൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ആരും വന്ന് ഈ ഒരു വസ്തു വാങ്ങുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഈ ശ്രീകണ്ഠൻ ഓക്കെ, അദ്ദേഹം പോയി പറയുന്നത് ഓക്കെ അങ്ങനെ നമുക്ക് രേണുവിന് വസ്തു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും ആരെങ്കിലും ഈ ഒരു വസ്തു വാങ്ങാനായിട്ട് മുന്നോട്ട് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രേണുവിന് ഈ പറയുന്ന 7 സെന്റ് കൊടുത്തതും ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഞാൻ എന്റെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതുവരെ ഞാൻ പറഞ്ഞത് ഒന്നും റോങ് അല്ല, ശരിക്കും ഉള്ള കാര്യങ്ങളാണ്. ഇനി ഇൻകേസ് ആണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് അഡീഷണൽ ആയിട്ട് പറയാൻ കാരണം വരുന്നത്, കാരണം അത്രയും ഒരു വലിയൊരു കാര്യമാണല്ലോ ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്, അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇതാണ് എന്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കണ്ടിന്യൂ ചെയ്തിന് ഓരോന്നായിട്ട് പുറത്ത് വരും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ എന്റെ ഈ വീഡിയോ കാണാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇനി എന്നെ ഒന്ന് ശപിക്കുന്നവര്, ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ ശാപത്തിലൊന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇപ്പൊ ഒരാളിനെ ശപിച്ചു അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയി പോകും, അങ്ങനെയാണെങ്കിൽ നീ ഈ പറഞ്ഞ ഭസ്മമാവട്ടെ അല്ലെങ്കിൽ നീ കല്ലാവട്ടെ എന്ന് പറയുമ്പോൾ അതങ്ങനെ നടക്കണമല്ലോ. ഞാൻ ശാപത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്ന് എന്താണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നതിന്റെ പ്രതിഫലം അത് നല്ലതാണെങ്കിൽ എനിക്ക് നല്ലതായിട്ട് തന്നെ ഭവിക്കുകയും ഞാൻ അത് തെറ്റായിട്ടാണെങ്കിലും റോങ് ആണെങ്കിൽ എനിക്ക് തന്നെ നല്ല രീതിയിൽ നേരെ ഉൾട്ടടിച്ച് എനിക്ക് വരും എന്നുള്ള ആ ഒരു രീതിയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കിപ്പോ നാളെ ഒരു സമയത്ത് ഒരു രോഗം വന്നു എന്നിരിക്കട്ടെ, എനിക്കൊരു അസുഖം വന്നു, ഇനി നിങ്ങൾ പറയുന്ന പോലെ ക്യാൻസർ തന്നെ വന്നു എന്നിരിക്കട്ടെ, ഞാൻ ഒരിക്കലും ഈ പറയുന്ന അത് അങ്ങനെ ആയതുകൊണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കും നിങ്ങൾ ശപിച്ചത് കൊണ്ട് എനിക്ക് ക്യാൻസർ വന്നു എന്ന് ഞാൻ വിചാരിക്കില്ല. എന്റെ തലയിൽ വരച്ച് എഴുതിയിട്ടുണ്ട്, ഓൾറെഡി അത് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. എനിക്ക് ഇങ്ങനെ ഇത്ര വയസ്സിൽ എനിക്ക് ക്യാൻസർ വരും, അല്ലെങ്കിൽ എനിക്ക് വേറെ ഇന്നൊരു അസുഖം വരും, ഞാൻ ഇന്ന കാരണത്തിന് മരണപ്പെടും എന്ന് ഓൾറെഡി ദൈവം എഴുതിയിട്ടുണ്ട്. ആ ഒരു കാര്യം മാത്രമേ എൻ്റെ ലൈഫിൽ നടക്കുള്ളൂ. ആ ഒരു എഴുത്തിന് ഒരു മനുഷ്യന്റെ വാക്കിനാലും അത് മായ്ച്ചു കളയാൻ പറ്റില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനത്തെ ശാപങ്ങൾ എന്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ശ്രീധുവിന് ഇതൊന്നും ഒരിടത്ത് കേൾക്കാൻ പോകുന്നില്ല. ഇനി ഇങ്ങനത്തെ ശാപം ഈ വരുന്ന ഇത് കണ്ടിട്ട് വേറെ കുറെ അധികം ആളുകൾ വന്ന് എനിക്ക് കമന്റ് ഇടുന്നുണ്ട്, ശ്രീധു ഇങ്ങനെ ശപിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നീ അത് കണ്ടില്ലേ എന്നുള്ളത്. ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ ഞാനൊരു കാര്യം പറയാം, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെയൊന്നും വരില്ല, അങ്ങനെയൊന്നും ഈ ശാപത്തിലൊന്നും വിശ്വാസമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അവരെന്തൊക്കെ
അവരുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ പെർഫെക്റ്റ് ആയിരുന്നിട്ട് ഞാൻ ഒരാളെ ശപിക്കുകയാണെങ്കിൽ ശരി, ഓക്കെ, പിന്നും കുഴപ്പമില്ല. ഇതിപ്പോ ഉള്ള എല്ലാ തെമ്മാർത്തരം ഞാൻ തന്നെ കാണിച്ചിട്ട് ഞാൻ വേറൊരാളെ ശപിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? മനുഷ്യൻ ആരും തെറ്റ് ചെയ്യാത്തതല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശപം വായിന്ന് വരുന്നതല്ലേ, നാക്ക് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിന്നും ആ ഒരു ഇതിൽ നിന്നും വരുന്നതാണ്. അതിന് നമ്മൾ ആരും ഭയക്കേണ്ടതില്ല, നമ്മൾ പേടിക്കേണ്ടതില്ല, നമ്മൾ പ്രാർത്ഥിക്കുക, അത്രമാത്രമേ ഉള്ളൂ. നമ്മൾ നിൽക്കുന്ന വഴി ശരിയാണ്, നമ്മൾ സംസാരിക്കുന്ന ജെന്യുവിൻ ആണ്, റിയൽ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ. അതുവരെ ബൈ ബൈ.